ഇടമലയാർ കനാൽ അഴിമതി കേസിൽ 44 പ്രതികൾക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും തൃശൂർ വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 51 പേരുള്ള പ്രതിപട്ടികയിൽ നിന്നും ഒരാളെ കുറ്റവിമുക്തനാക്കി. പദ്ധതിയുടെ നിർമ്മാണത്തിലെ അഴിമതിയിൽ 1 കോടിയിലേറെ രൂപ സർക്കാരിന് നഷ്ടമുണ്ടായെന്നാണ് കേസ്. ചാലക്കുടി കനാൽ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി നടന്ന അഴിമതിയിൽ രജിസ്റ്റർ ചെയ്ത 39 കേസുകളിലാണ് കോടതി വിധി. പ്രതികൾക്ക് 3 വർഷം തടവും 6 ലക്ഷം വീതം പിഴയും കോടതി വിധിച്ചു. അഴിമതി നിരോധന നിയമപ്രകാരം 3 വർഷം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഗൂഢാലോചനയ്ക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. IPC 477A പ്രകാരം 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും എന്നിങ്ങനെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ 13(1)D അനുസരിച്ച് 3 വർഷം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപയും. അതുകൂടാതെ ഗൂഢാലോചനയ്ക്ക് IPC ഒഫൻസ് 120B പ്രകാരം 3 വർഷവും 2 ലക്ഷം രൂപയും, IPC 477A പ്രകാരം 3 വർഷവും 2 ലക്ഷം രൂപയും. ഇങ്ങനെയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതിലെ ജയിൽ ശിക്ഷ ഒന്നിച്ച് 3 വർഷമായിട്ട് എല്ലാ കേസിലും കൂടെ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. 51 പ്രതികളുള്ള കേസിൽ ഒരു പ്രതിയെ മുഴുവൻ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. ഒരു പ്രതിയെ 3 കേസുകളിൽ വെറുതെ വിടുകയും ബാക്കിയുള്ള 2 കേസുകളിൽ ശിക്ഷിക്കുകയും ചെയ്തു. പ്രതികളിൽ 6 പേർ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലും വിചാരണവേളയിലുമായി മരണപ്പെട്ടിരുന്നു. തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി G. അനിലാണ് വിധി പ്രസ്താവിച്ചത്. വിജിലൻസിനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ VK ശൈലജൻ, സ്റ്റാലിൻ ER എന്നിവർ ഹാജരായി. ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി പ്രകാരം ചാലക്കുടി കനാൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി 1,05,72,919 കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ്. 8 കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ 200 മുതൽ 300 മീറ്റർ വരെ ഓരോ കരാറുകാർക്കും വീതിച്ചു നൽകി. എന്നാൽ വേണ്ടത്ര നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. തുടർന്ന് കേസിൽ കരാറുകാരും ഉദ്യോഗസ്ഥരുമടക്കം 51 പേരെ പ്രതി ചേർത്ത് 39 FIR രജിസ്റ്റർ ചെയ്തു. അതിൽ 49 പേർ കുറ്റക്കാരാണെന്ന് തൃശൂർ വിജിലൻസ് കോടതി കണ്ടെത്തിയിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എല്ലാ കേസുകളിലും പ്രതികളാണ്. ജനം, തൃശൂർ.